ഇവർ രണ്ടുപേരും ഒരു റേസിൽ പങ്കെടുക്കുന്നുണ്ട്. അതിനായി ഇവൻ ആ സ്റ്റിയറിംഗ് ഒന്ന് തിരിച്ചു നോക്കിയപ്പോൾ എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലായി. പുറത്തിറങ്ങി നോക്കിയപ്പോൾ കാറിന് റെയിൻ ടയർ ആണ് ഇട്ടിരിക്കുന്നത്. ഇത് എന്തുകൊണ്ടാണെന്ന് കോച്ചിനെ വിളിച്ച് ചോദിച്ചപ്പോൾ കോച്ച് പറഞ്ഞു ഇന്ന് മഴ പെയ്യാൻ സാധ്യതയുണ്ട്. എന്നാൽ ആകാശത്തെങ്ങും ഒരു മഴക്കാറും ഉണ്ടായിരുന്നില്ല. അതേസമയം ആ റേസിൽ പങ്കെടുക്കുന്ന മറ്റുള്ളവർ ഇവൻ മാത്രമാണ് റെയിൻ ടയർ ഇട്ടുകൊണ്ട് റേസ് ചെയ്യുന്നതെന്ന് അറിഞ്ഞു. അതുകൊണ്ട് തന്നെ അവൻ തോക്കാൻ തയ്യാറായാണോ വന്നതെന്ന് അവർ ചോദിച്ചു. എന്നാൽ അപ്പോഴേക്കും റേസ് തുടങ്ങാൻ പോകുമായിരുന്നു. അവർക്ക് ആ ടയർ മാറ്റാനും സമയമുണ്ടായിരുന്നില്ല. മറ്റു വഴിയില്ലാതെ ആ ടയർ കൊണ്ട് തന്നെ അവർ റേസ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ മത്സരവും തുടങ്ങി. എല്ലാരും നല്ല രീതിയിൽ മത്സരിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഹീറോയ്ക്ക് മാത്രം അത് സാധിച്ചില്ല. റെയിൻ ടയർ ഉപയോഗിച്ചതുകൊണ്ട് തന്നെ അവന്റെ പൊസിഷൻ താഴോട്ട് പൊക്കൊണ്ടിരുന്നു. അവന്റെ ടീംമേറ്റ്സും കോച്ചിനെ കുറ്റം പറഞ്ഞു. സത്യത്തിൽ ഈ റേസ് തുടങ്ങുന്നതിന് മുൻപ് ഒരു പയ്യൻ കോച്ചിന്റെ അടുത്ത് വന്ന് ഇന്ന് ഉറപ്പായും മഴ പെയ്യും, അതുകൊണ്ട് നിങ്ങൾ റെയിൻ ടയർ ഇട്ടുകൊണ്ട് മത്സരിക്കാൻ പറഞ്ഞു. എന്നാൽ കോച്ച് അത് സമ്മതിക്കാത്തത് കൊണ്ട് തന്നെ അവൻ $2 മില്യൺ കോച്ചിന് നൽകി. അതുകൊണ്ട് മാത്രമാണ് കോച്ച് ടയർ മാറ്റാൻ തീരുമാനിച്ചത്. എല്ലാരും അയാൾക്ക് പറ്റിയ തെറ്റാണെന്ന് കരുതിയിരിക്കുമ്പോൾ ആ പയ്യൻ ഉറപ്പുണ്ടായിരുന്നു ഇന്ന് മഴ പെയ്യുമെന്ന്. കാരണം അവൻ ഫ്യൂച്ചറിൽ നിന്നും വന്ന ഒരു റേസറാണ്. മഴ പെയ്യുന്ന കൃത്യസമയം വരെ അവൻ ഓർമ്മയുണ്ട്. എന്നാൽ അവൻ വിചാരിച്ച സമയമായിട്ടും മഴ പെയ്യുന്നില്ല. എന്ത് ചെയ്താലും തന്റെ വിധി മാറ്റാൻ സാധിക്കില്ലെന്ന് അവന് മനസ്സിലായി. എന്നാൽ ഉടൻ തന്നെ കാർമേഘങ്ങൾ വന്നു. അങ്ങനെ മഴയും പെയ്തു. നമ്മുടെ ഹീറോയുടെ ടീം എല്ലാരും അത് കണ്ട് സന്തോഷിച്ചു. കാരണം അവൻ മാത്രമാണ് റെയിൻ ടയർ ഇട്ടുകൊണ്ട് ആ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. അങ്ങനെ മറ്റുള്ളവരെല്ലാരും ആ മത്സരത്തിൽ ബുദ്ധിമുട്ടിയപ്പോൾ ഹീറോ മാത്രം അടിപൊളിയായി റേസ് ചെയ്ത് ജയിച്ചു. അങ്ങനെ കപ്പും കിട്ടിയ സന്തോഷത്തിൽ അവരൊരു പാർട്ടി വെച്ചു. അതിൽ ആ പയ്യനെയും ക്ഷണിച്ചു.